ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നരൻ കാവേരിയെയും കൊണ്ട് ഒരു ഷോപ്പിൻ്റെ മുന്നിലോട്ട് ചെല്ലും. എന്നിട്ട് നരൻ കാവേരിയോട് പറയും വണ്ടിയിൽ നിന്ന് ഇറങ്ങ് എന്ന്. ആ സമയത്ത് കാവേരി ചോദിക്കും എന്താണ് കാര്യം എന്ന്. അപ്പോൾ നരൻ പറയും അതൊക്കെ കാര്യമുണ്ട്, നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങ്. ആ സമയത്ത് കാവേരി ചോദിക്കും എന്തേ ഇവിടെ ക്ലയൻറ്റിനെ വല്ലതും കാണാനോ മീറ്റിങ്ങോ എന്തെങ്കിലും ഉണ്ടോ? അതൊന്നുമല്ല, നീ വണ്ടിയിൽ നിന്നും ഒന്ന് ഇറങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് കാവേരിയെ വണ്ടിയിൽ നിന്നും നരൻ ഇറക്കുന്നുണ്ട്. കാവേരിയെയും കൊണ്ട് നരൻ ഒരു ജ്വല്ലറി ഷോപ്പിലോട്ടേക്കാണ് ചെല്ലുന്നത്. ജ്വല്ലറിയിൽ കയറിയതിന് ശേഷം നരൻ പറയും കല്യാണ പെണ്ണുങ്ങൾ ഇടില്ലേ സ്വർണ്ണാഭരണങ്ങൾ, അത് വേണം എന്ന് പറയണേ. ആ സമയത്ത് കാവേരി പറയും ഇതെല്ലാം എന്തിനാണ്? അപ്പോൾ നരൻ പറയും നീ ഒന്ന് സംസാരിക്കാതെ എൻ്റെ കൂടെ വാ. സെയിൽസ് ഗേൾ നരനോടും കാവേരിയോടും ചോദിക്കും ഏത് മോഡൽസ് ആണ് വേണ്ടത് എന്ന്. ആ സമയത്ത് നരൻ കാവേരിയോട് പറയും നിനക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് എടുക്കുക എന്ന് പറയണേ. അങ്ങനെ കാവേരി ചോദിക്കും എന്തിനാ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോ. നരൻ പറയും എനിക്കതൊന്നും സെലക്ട് ചെയ്യാറില്ല, നീ സെലക്ട് ചെയ്യേ. ആ സമയത്ത് കാവേരി ചോദിക്കും ഇത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണോ എന്ന്. ആ സമയത്ത് നരൻ പറയും ആർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു? അപ്പോൾ കാവേരി പറയും അജയുടെ കല്യാണമായല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വർണം എടുക്കുമായിരിക്കും, അതുമല്ലെങ്കിൽ രാഗിണിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലേ, മാപ്പിളിൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്നും സ്വർണം കൊടുക്കുകയായിരിക്കുമല്ലേ. കാവേരി പറയും അവൾക്കാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യില്ല. ആ സമയത്ത് നരൻ പറയും രാഗിണിക്കൊന്നുമല്ല, നീ സെലക്ട് ചെയ്യ്, അത് വേറൊരാൾക്കാണ്. നരൻ പറയും നീ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആർക്കാണെന്ന് ഞാൻ പറയാം. അങ്ങനെ കാവേരി പറയും ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കാവേരി ജ്വല്ലറിയിൽ നിന്നും സ്വർണങ്ങൾ മോഡലുകളെല്ലാം നോക്കിയെടുക്കുകയാണ്. കാവേരി ഓരോന്നും എടുത്ത് നോക്കുന്ന സമയത്ത് നരനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നരൻ പറയുന്നത് ആ പെൺകുട്ടിക്ക് സെറ്റാവില്ല. കാവേരി ഏതെടുത്ത് കാണിച്ചു കൊടുത്താലും നരൻക്ക് ഇഷ്ടപ്പെടില്ല. ആ സമയത്ത് നരൻ പറയും കല്യാണ പെണ്ണുങ്ങളൊക്കെ ധരിക്കില്ലേ അതുപോലെയുള്ളതാണ് വേണ്ടത്. കാവേരി പറയും എനിക്ക് ഇതൊന്നും എടുക്കാൻ അറിയില്ല, എനിക്ക് ഈ സ്വർണ്ണങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല. നരൻ പറയും ഒരു പെണ്ണ് പറയുന്നതാണോ സ്വർണം ഇഷ്ടമല്ലെന്ന്. ആ സമയത്ത് കാവേരി പറയും നിങ്ങൾക്ക് എന്നെ സ്വർണം വല്ലതും സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ ചെറിയമ്മയും കൂട്ടി വന്നാൽ പോരായിരുന്നോ. സെയിൽസ് ഗേൾ ചോദിക്കും കാവേരിയോടും നരനോടും നിങ്ങൾക്ക് ഏതും ഇഷ്ടപ്പെട്ടില്ലേ എങ്കിൽ ഓരോന്ന് നിങ്ങൾ വെച്ച് നോക്കിക്കോളൂ. ഇതിൽ സെയിൽസ് ഗേൾ ഒരു വലിയ മാല കൊടുക്കും, അത് കാവേരിക്കും നരൻക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ മാല കാവേരി വെച്ച് നോക്കുന്നുണ്ട്. ആ സമയത്ത് നരന് വലിയ ഇഷ്ടമാകുന്നുണ്ട് കാവേരി അത് ഇട്ട് കാണുമ്പോൾ. ഇങ്ങനെ അത് വെച്ചതിന് ശേഷം കാവേരി ചോദിക്കുന്നുണ്ട് ഇത് സൂപ്പറല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ നരൻ പറയുന്നുണ്ട് സൂപ്പറാണ് എങ്കിൽ ഇത് എടുത്തോ എന്ന് പറയണേ. പിന്നെ ഇതിന് മുന്നേ കാവേരി നോക്കി വെച്ചിരുന്ന ഒരു 3-4 മാലയുണ്ട്, അതെല്ലാം ചേർത്ത് ബില്ലാക്കിക്കോളി എന്ന് പറയണേ. ഇത് കേൾക്കുന്ന കാവേരി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. കാവേരി പിന്നെയും നരനോട് ചോദിക്കും ഇതാർക്കാണ് വാങ്ങിക്കുന്നത് എന്ന്. ആ സമയത്ത് നരൻ പറയും ഇത് നിനക്കാണ്. കാവേരി പറയും വെറുതെ കോമഡി അടിക്കാതെ. ആ സമയത്ത് നരൻ പറയും ഇത് നിനക്കുള്ളത് തന്നെയാണ്. കാവേരി ചോദിക്കും എനിക്കെന്തിനാ ഇപ്പോൾ സ്വർണം എന്ന്. ആ സമയത്ത് നരൻ പറയും നമ്മൾ ജയബാലൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് അവർ നിന്നെ ഹേർട്ടാക്കുന്ന രൂപത്തിൽ സംസാരിച്ചല്ലോ, നിൻ്റെ ദേഹത്ത് സ്വർണ്ണങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണെന്ന് പറയണേ. ഇത് കേൾക്കുന്ന കാവേരിക്ക് സങ്കടം വരുന്നു. പറയണേ ഇനി ആരും അതുപോലെ ഇനി പറയരുത്, അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം വാങ്ങിക്കുന്നത്. നരൻ പറയും ഇനി വീട്ടിൽ ഓരോ ഫംഗ്ഷനുകൾ വരുന്നതല്ലേ, അപ്പോഴൊക്കെ ഇത് ഇടാം, ഇനി വേറെ ആരും ഇനി അതുപോലെ പറയരുത്, എൻ്റെ ഭാര്യ ഒന്നുമില്ലാത്തവളാണെന്ന്. പിന്നീട് സ്വർണ്ണമെല്ലാം എടുത്ത് നരനും കാവേരിയും വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നരൻ ചോദിക്കുന്നുണ്ട് നിനക്കെല്ലാം ഇഷ്ടപ്പെട്ടില്ലേ. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. കാവേരി നരനോട് പറഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് അവിടെ മുത്തശ്ശിയും അമ്മയും ഇരിക്കുന്നുണ്ടായിരുന്നു, അവർക്ക് ഞാൻ ഈ സ്വർണ്ണങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് വരാം എന്ന് പറയാണ്. ആ സമയത്ത് നരൻ പറയുന്നുണ്ട് ഓക്കെ. ഹായ് അമ്മ എന്ന് വിളിച്ചുകൊണ്ട് കാവേരി വരും. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കും എവിടെ നീയും നരനും പോയിരുന്നത്, പുറത്ത് പോയി വന്നതാണോ ചോദിക്കണേ. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട് അതെ. കാവേരി പറയും ഞങ്ങൾ ജയബാലൻ്റെ വീട്ടിലോട്ട് രാഗിണിയെ കാണാൻ പോയിരുന്നല്ലോ, അവിടെ ചെന്നപ്പോൾ ഒരാൾ ചോദിച്ചു എന്താ ഇവളുടെ ദേഹത്ത് സ്വർണ്ണമൊന്നുമില്ലേ എന്ന്. ഇത് കേട്ട നരൻ സാറ് എനിക്ക് ഒരുപാട് സ്വർണ്ണങ്ങൾ വാങ്ങിച്ചു തന്നു, അതെല്ലാം കാവേരി ശാരദയ്ക്കും മുത്തശ്ശിക്കും കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് അകത്ത് ഗംഗ ഇതെല്ലാം കേൾക്കുന്നുണ്ടാകും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിനീത് വരുന്നുണ്ടാവുക. വിനീത് പറയും എല്ലാം സൂപ്പറായിട്ടുണ്ട് കാവേരി, ഇപ്പോൾ നീ സ്വർണത്തിൽ കുളിച്ചല്ലോ. ശാരദ പറയും എല്ലാം സൂപ്പറായിട്ടുണ്ട്, ഈ മാലയ്ക്ക് ഒരു 5 പവന് ഉണ്ടാകുമെന്ന് ചോദിക്കണം. ആ സമയത്ത് കാവേരി പറയും ഇതൊരു 10-15 പവനുണ്ടാകും. പിന്നീട് അവർക്കെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം കാവേരി സ്വർണവുമായി നരൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് മുത്തശ്ശിയും മുത്തശ്ശനും ചോദിക്കും മോള് സ്വർണ്ണമൊക്കെ എടുത്തു എന്ന് നരൻ പറഞ്ഞു എന്ന് പറയണം. അങ്ങനെ
കാവേരി അവർക്കെല്ലാം സ്വർണം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയും, നിനക്ക് ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കാനും വാങ്ങാനും എല്ലാം അറിയാമല്ലേ, എന്നിട്ട് ഇതുവരെ നീ എനിക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ. സമയത്ത് നരൻ പറയും, മുത്തശ്ശി വാ, എങ്കിൽ ഞാൻ മുത്തശ്ശിക്ക് ഇപ്പം തന്നെ വേണ്ടതെല്ലാം വാങ്ങിച്ചു തരാം എന്ന് പറയും. ആ സമയത്ത് മുത്തശ്ശൻ പറയും, വേണ്ട, നീ നിൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു, അതുപോലെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.